ഇപ്രാവശ്യമെങ്കിലും ശ്രുതി കുടുങ്ങുവോ? അല്ല, ആന്റണിയാണ് ശ്രുതിനെ കൊടുക്കാൻ നോക്കുന്നത്. പക്ഷേ ഇത്തവണയെങ്കിലും ഇത് കുടുങ്ങോ അതോ അതിബുദ്ധിപരമായി ശ്രുതി ഇത് അതെ ഞാൻ കഴിക്കണതാണ്. നമ്മുടെ സച്ചി രേവതിയും എന്തൊക്കെ പ്രശ്നം വന്നാലും അവരെല്ലാം ഈ ഊരാക്കുടുക്കിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത രേവതിക്ക് രേവതി നമ്മുടെ ശ്രുതിക്ക് ഒരു കുഴപ്പമില്ല. ഓരോന്ന് വരും, എല്ലാം രക്ഷപ്പെടും, വരും രക്ഷപ്പെടും, വരും രക്ഷപ്പെടും. ഈവൻ സ്വന്തം കുഞ്ഞുണ്ടെന്ന് പോലും പ്രസവിച്ചിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞിട്ട് പോലും സുഖമായിട്ട് ശ്രുതി രക്ഷപ്പെട്ടു. ഇത് എത്ര നാൾ രക്ഷപ്പെടും? ഇനി എല്ലാം കൂടെ ഒന്നിച്ച് വരുമായിരിക്കും. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ സീരിയൽ കാണുന്നതിൽ ഈ സീരിയലിൽ ശ്രുതി എപ്പോൾ വീഴും എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. അതുവേണ്ടി അതിങ്ങനെ ഇഴച്ചടച്ചടച്ച് ഇനി ഇത് രക്ഷപ്പെടും, എവിടെ നിന്നെങ്കിലും കൊണ്ടുവരും 2 ലക്ഷം രൂപ. അതാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചെമ്പനീർ പൂവിനകത്ത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ശ്രുതിയും ആന്റണിയും തമ്മിലുള്ളത്. ആന്റണി കൊടുക്കാൻ പോകുന്നു ശ്രുതിനെ. ആദ്യം തന്നെ രേവതിയുടെ അമ്മ, അയ്യോ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഒരു പാവം ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് കൂടുതൽ പാവം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് വരും. കാരണം കൂടുതൽ പാവമായിക്കഴിഞ്ഞാൽ പണി കിട്ടും, അതാണ് ഇത്. അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മേനെ പോലീസ് കൊണ്ടുപോയി. ആരെ കിട്ടാൻ വേണ്ടി? ശരത്തിനെ കിട്ടാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ സച്ചിയോട് രേവതി കരഞ്ഞു പറഞ്ഞു, സച്ചിയേട്ടാ അമ്മേനെ കൊണ്ടുപോയി. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ രേവതിയുടെ അനിയത്തിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അവിടെ പോയിട്ട് ആ പോലീസുകാരടുത്ത് കാല് പിടിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഞാൻ ശരത്തിനെ കൊണ്ടുവരാം, അമ്മേനെ ഒന്ന് വിടുക. അമ്മ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ പോലീസ് അവസാനം പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ദിവസത്തെ സമയം തരാം, ശരത്തിനെ ഇവിടെ ഹാജരാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയുടെ മേലെ കേസെടുക്കും, ഉറപ്പാണ്. അപ്പോൾ അമ്മ അവിടെ കരയാണ്, അയ്യോ ഞാൻ കിടന്നോളാം, അല്ലെങ്കിൽ അവൻ ജയിലിൽ കിടക്കട്ടെ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടുത്തെ ഒരു പോലീസുകാരൻ ഒരു വക്കീലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് സച്ചു രേവതിയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയാണ് ശരിക്കും ശരത്ത് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയുന്നില്ല. അല്ല എന്നോട് പറയാം, അപ്പോൾ എന്തായാലും പിടികൊടുക്കാത്ത നന്നായി. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കാര്യം മൊഴി മാറ്റണം, സച്ചിൻ്റെ അമ്മ മൊഴി മാറ്റണം. അപ്പോൾ അത് നടക്കണ കാര്യമല്ല എന്നൊക്കെ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും എന്ന് രേവതി പറയുന്നുണ്ട്. നടക്കുമോ എന്താ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ മൊഴി മാറ്റും. എനിക്ക് തോന്നുന്നില്ല മൊഴി മാറ്റുമെന്ന്. സച്ചി രേവതി ചിലപ്പോൾ മൊഴി മാറ്റുമായിരിക്കും, പക്ഷെ പുള്ളിക്കാരി എന്തായാലും മൊഴി മാറ്റുമെന്ന് തോന്നുന്നേ ഇല്ല, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ആ വശത്താണ് ഒരു കഥ നടക്കുന്നത്. ഇവിടെ ആന്റണി ശ്രുതിനെയും കൂട്ടുകാരിനെയും വിളിച്ചു വരുത്തിയാണ്. ഞാൻ ആരെങ്കിലും ഇത്രയും തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടുകാരിയെ, എൻ്റെ അമ്മേ. അത് മാത്രമല്ല, ഈ ശ്രുതി ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ഒട്ടും പിടിക്കപ്പെടുന്നില്ലല്ലോ എന്ന് ആലോചിക്കണം. 50 ലക്ഷം രൂപ മറച്ചു, മറ്റേ കൊച്ചിനെ മറച്ചു വെച്ചു, അമ്മേനെ മറച്ചു വെച്ചു, പിന്നെ ആന്റണി ആയിട്ടുള്ള ഈ ഒരു സംഭവം അത് മറച്ചു വെച്ചു, എന്തൊക്കെ സ്വന്തം അമ്മാവനും അച്ഛനും അതും മറച്ചു വെക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് എങ്ങനെ മറച്ചു വെക്കാൻ പറ്റും? ഒരിക്കലും പിടിക്കപ്പെടൂലേ? എനിക്ക് അതിശയമാണ് തോന്നിയത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ സീരിയലിൽ എനിക്കൊരു പൊരുത്തക്കേട് തോന്നി. കാരണം നോർമലി ഇത്രയും സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ പിടിക്കൂലേ? എവിടെയെങ്കിലും ഒന്ന് നമ്മൾ പിടിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ. ഇത് സീരിയലായതുകൊണ്ട് കുറേ നാൾ പോകും അത് വെച്ചിട്ട്. ഓക്കെ, എന്തായിരുന്നാലും ശ്രുതിനെയും കൂട്ടുകാരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് ആന്റണി പറയാണ്, ശ്രുതിയുടെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാളെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒതുക്കിത്തരണം എന്ന് ശ്രുതി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആന്റണി ഈ ആളെ ഇവിടെ ആക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടേക്കാണ്. അതായത് ആന്റണി ഈ ആളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് അവശനാക്കി മരിക്കുന്ന പരിമമാക്കി അവിടെ ഇങ്ങനെ ഇട്ടേക്കുന്ന രീതിയിലാണ് ആന്റണി കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അയാൾക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, അയാൾ അഭിനയിക്കുകയാണ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയുന്ന ഒരു ആന്റണി, നിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് ഇവൻ മരിച്ചു കഴിഞ്ഞാൽ, അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇവൻ മരിച്ചാലോ ആശുപത്രിയിൽ കൊണ്ടുപോയാലോ ഇത് പോലീസ് കേസ് വേറെയാണ്, നീ കുടുങ്ങും, എന്നെക്കാട്ടിയും മുന്നിൽ കൊടുക്കാൻ പോണത് നീയാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണം, ഇവന് ട്രീറ്റ്മെൻറ്റിനുള്ള ചിലവ് തരണം, 2 ലക്ഷം രൂപ തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതിക്ക് പിന്നെ 2 ലക്ഷം രൂപയൊന്നും വലിയ കാര്യമില്ല. 50 ലക്ഷം രൂപ വരെ സുഖമായിട്ട് കള്ളത്തരം കാണിച്ച ആളാണ്. അപ്പോൾ 2 ലക്ഷം രൂപ തരണമെന്ന് പറയുന്നു. അങ്ങനെ ശ്രുതി പോവുകയാണ്. അങ്ങനെ അന്നി പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പം നമ്മൾ തീർക്കാൻ പോകുന്നില്ല, ഇനിയും പൈസ എടുക്കും, ഇവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ നമുക്ക് കിടക്കുന്നേ അപ്പോൾ ശ്രുതിക്ക് ഇനി കുറേ കൊട്ടുകൾ കിടക്കുന്നുണ്ട്. ഈ 2 ലക്ഷം രൂപ ശ്രുതി എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും കേട്ടോ. അത് പിന്നെ പറയാനില്ല, ഏതെങ്കിലും ആഭരണം വിറ്റിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ ചതിച്ചിട്ടോ എവിടെന്നെങ്കിലും 2 ലക്ഷം രൂപ കൊണ്ടുവരും, അത് ഉറപ്പാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്തൊക്കെ ചെയ്തിട്ടും നമ്മളൊക്കെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ തന്നെ അപ്പം ശിക്ഷ കിട്ടും. ഇത് പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു നിങ്ങൾക്ക് കിട്ടില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും തെറ്റ്, നമ്മൾ മനുഷ്യരല്ലേ, എന്തെങ്കിലും തെറ്റ് ചിന്തിക്കുകയോ പറയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ
എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് അപ്പം തന്നെ എനിക്ക് കിട്ടും. എന്തെങ്കിലും കൈ മുറിയോ ഒക്കെ ചെയ്യും. ഇത് മുറിഞ്ഞ അതൊന്നല്ല കേട്ടോ, ഇതെൻ്റെ പൊട്ടത്തരം കാരണം മുറിഞ്ഞതാണ് ഈ കാണുന്നത്. ഇത് ഫുൾ പൊള്ളിയത് തിളച്ച എണ്ണയിലേക്ക് ഞാൻ സാധനങ്ങൾ ഇതും ഇട്ടപ്പോൾ എണ്ണ മൊത്തം എൻ്റെ കയ്യിൽ വീണു. തിളച്ച എണ്ണ, അങ്ങനെയാണ് എൻ്റെ കൈ മൊത്തം ഇതായി പോയത്. മറ്റൊക്കെ അങ്ങനെ അല്ലല്ല, എന്തെങ്കിലും അവ ഇങ്ങനെ വിളിച്ചിട്ട് പോകത്തേക്ക് അപ്പത്തേക്കും കാലടിക്കും, എവിടെയെങ്കിലും പോയി കാലടിക്കും, അങ്ങനെ. പിന്നെ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ ചെയ്താൽ അപ്പം തന്നെ അതിൻ്റെ ഇത് കിട്ടും. പക്ഷെ ശ്രുതി അങ്ങനെയല്ല. എത്ര ഘോരമായ വലിയ ക്രിമിനൽ ഒഫൻസുകൾ ചെയ്താലും പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഈ ചെമ്പനീർ പൂവ് ഇങ്ങനെ പോകുന്നത്. പിന്നെ പത്തരമാറ്റിൻ്റെ കാര്യം, അയ്യോ ആ സീരിയൽ എനിക്ക് ആ സീരിയൽ ഞാൻ 10 പറയാൻ വേണ്ടിയിട്ടാണ് ആ സീരിയൽ കാണുന്നത്. സത്യം ഈ സീരിയൽ എന്താ ഇങ്ങനെ എന്നുള്ളൊരു കാര്യം. എന്നാൽ നയനയുടെ നന്മ കാരണം ആ സീരിയൽ മുമ്പൊക്കെ ആ സീരിയൽ എങ്ങനെയായിരുന്നു അറിയാമോ? ഒരു എപ്പിസോഡിൽ അരമണിക്കൂറാണ് ഒരു എപ്പിസോഡ്, അല്ലെങ്കിൽ 10 മിനിറ്റ് പരസ്യം, ബാക്കി 15 മിനിറ്റ് നയനെ പുകഴ്ത്തലാണ്. നിങ്ങൾക്കറിയാമോ? അത് നയനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ആദ്യം അമ്മുമ്മ പുകഴ്ത്തും. എത്ര നല്ല കുട്ടിയാണെന്നറിയാമോ നയന, എന്തൊരു നല്ല സ്വഭാവമാണ്. അപ്പം അമ്മായിയമ്മ, നയനെപ്പൊട്ട് നല്ലൊരു കുട്ടീനെ നമുക്ക് എവിടെ കാണാൻ കഴിയും? അത് കഴിഞ്ഞ് അമ്മ, എൻ്റെ മോൾ നയനമോളാണ് ഏറ്റവും നല്ല മോൾ. അയ്യോ ആ കുട്ടി അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അതായത് ആ സഹോദരിയോട്, എടി നിൻ്റെ ഭർത്താവിൻ്റെ കൊച്ചാണ് ഇവിടെ നിൽക്കുന്നത്, നിൻ്റെ ഭർത്താവിൻ്റെ തെറ്റാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിൻ്റെ ഭർത്താവിൻ്റെ കൊച്ചാണ് ഈ മോള്, നിൻ്റെ ഭർത്താവ് വലിയൊരു ദുഷ്ടനാണ്, അത് പ്രേമം നടിച്ച് ഗർഭിണിയാക്കി ഇങ്ങനെയാക്കി ഇപ്പോൾ അവളെ തളർത്തിയിട്ടേക്കുന്നത് നിൻ്റെ ഭർത്താവാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ സംഭവ വികാസങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പം ആ ഒരു മറച്ചു വെക്കൽ കാരണമാണ് ഇതെല്ലാം നടക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ പോയിട്ട് നടക്കുന്നത്. സത്യത്തിൽ എനിക്ക് അതാ ഫീൽ ചെയ്യുന്നത്. നയനയുടെയും ഈ ഓവറായിട്ട് ഈ മറച്ചു വെക്കൽ, എന്നിട്ട് സ്വന്തം ഭർത്താവിനെ പഴി കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അനിയത്തി സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുക. ഇത്രയും വൃത്തികെട്ടവൻ വേറെയുണ്ടോ, അതിന് മുന്നേ ഇതെല്ലാവരും ഇപ്പം നയനയുടെ അനിയത്തിക്ക് മാത്രമേ അറിയാതെ ഉള്ളൂ, അനിയത്തിക്കല്ല ചേച്ചിക്ക് മാത്രമേ അറിയാതെ ഉള്ളൂ, ബാക്കി ഉള്ള ആർക്കൊക്കെ അറിയാം. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ബാക്കി എല്ലാവരും ഇരുന്ന് ആദർശനെ ഇങ്ങനെ പറയണം, ഇത്രയും വൃത്തികെട്ടവരായിരുന്നല്ലോ നിൻ്റെ ഭർത്താവ്, ഇത്രയും നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭർത്താവിൻ്റെ തലയിൽ കൊണ്ട് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് തെറ്റ് കൊണ്ടുവെക്കുമോ? നമ്മൾ ആരെങ്കിലും കൊണ്ടുവെക്കുമോ? എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ഇത് എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ കൊണ്ടുവെക്കുമോ? എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വന്നു, ദേഷ്യം വന്ന ഒരു സംഭവമാണ് ഇത്. വിഷമമല്ല കേട്ടോ, ദേഷ്യം, ചൊറിച്ചിൽ. അങ്ങനെയാണ് നമുക്ക് സീരിയൽ കാണുമ്പം ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരുമല്ലോ. ഇതെന്തുവാടേ ഇത്? സ്വന്തം ഭർത്താവിനെ ഫുൾ പഴി കേൾപ്പിക്കുന്ന എല്ലാവരെയും കൊണ്ട്. ഇനി പഴി കേൾക്കാൻ ആരും ബാക്കിയില്ല. അപ്പം ആദർശ്, ഞാൻ തന്നെയാണ് ആ കൊച്ചിൻ്റെ അച്ഛൻ, ഞാൻ എൻ്റെ മോളെ പൊന്നുപോലെ വളർത്തും. എടാ വൃത്തികെട്ടവനെ, ആ കൊച്ചിനെ നയനേനെ നീ നശിപ്പിച്ചില്ലേ, നയനയുടെ ജീവിതം നീ കളഞ്ഞില്ലേ, അതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? അത് എൻ്റെ സഹോദരിയുടെ ഭർത്താവും ബന്ധം പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടേ. എന്നെങ്കിലും അവരറിയും. അതും ഏറ്റവും വലിയ കൊടും ക്രൂരനായ ഒരുത്തൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തിന് തീ കോരിയിടുന്നു. എന്തുവാണ് ഇത്? എനിക്കത് ആലോചിക്കാൻ പോലും എനിക്ക് ദേഷ്യം വരുന്നു. ആ ഒറ്റ ഇത് കാരണമാണ് ഇപ്പം ഇതൊക്കെ നടക്കണം അതിനകത്ത്. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. പത്തരമാറ്റിനെ കുറിച്ച് നിങ്ങളും അഭിപ്രായം പറയാം അടുത്ത വീഡിയോ. അതുവരേക്കും ബൈ.